നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഒത്തിരി പ്രയാസത്തോടും പ്രതിസന്ധികളോടുകൂടിയുമാണ് ഓരോ വ്യക്തികളും ഈ തൊടുകുറി ഫലങ്ങൾ തിരഞ്ഞെടുക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത്. എപ്പോഴാണ് നിങ്ങളുടെ പ്രതിസന്ധികളും കഷ്ടതകളും മാറുക, ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകുക, അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ എപ്പോഴാണ് സാധിക്കുക എന്നൊക്കെയാണ് ഒട്ടുമിക്ക വ്യക്തികളും ചിന്തിച്ച് ഈ തൊടുകുറി ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 ചിത്രങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ചിത്രം തുളസി ഇലയും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് സ്വർണ്ണകുടവുമാണ്. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഒന്നുകൂടെ പറയുകയാണ്, തുളസിയിലയും സ്വർണ്ണകുടവും. ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും ഈശ്വര സഹായത്താൽ ഈ 2 ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തിലേക്ക് കടക്കാം. നിങ്ങളിതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഒന്നാമത്തെ ചിത്രമായ തുളസി ഇലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും കൂടെയുള്ള വ്യക്തികളാകുന്നു ഈ ഒന്നാമത്തെ തുളസി ഇല തിരഞ്ഞെടുത്ത വ്യക്തികൾ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ തുറന്നു പറയുന്നതും ഈ ശ്രീകൃഷ്ണ ഭഗവാനടുത്ത് തന്നെയാണ്. ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെയുണ്ട്. ഭവനത്തിലേൽക്കുന്ന ചെറുതും വലുതുമായ വെല്ലുവിളികളുണ്ട്, ശാരീരിക മാനസിക പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാലും പ്രാർത്ഥനയും വഴിപാടുകളും ഒന്നും നിങ്ങൾ മുടക്കാറില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന പല അനുഭവങ്ങളും നിങ്ങൾക്കുണ്ട്. പല ജീവിത സാഹചര്യങ്ങളും പരീക്ഷിക്കപ്പെട്ടു എന്ന് തോന്നുന്ന അവസരങ്ങളുണ്ട്. അപ്പോഴും ഈ ഒരു ഈശ്വര വിശ്വാസവും ഈശ്വര കൃപയും ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ജീവിതം ഇന്നും പതറിപ്പോകാതെ ഇന്നും നിൽക്കുന്നതിനുള്ള പ്രധാന കാരണം. എന്നാലും തടസ്സങ്ങൾ ഏറി നിൽക്കുന്ന ഒരു സമയമുണ്ട്, ബുദ്ധിമുട്ടുകൾ ഏറി നിൽക്കുന്ന ഒരു സമയമുണ്ടെങ്കിലും ആരോടും പരാതിയോ പരിഭവമോ വിഷമങ്ങളോ ഒന്നും തന്നെ പറയാതെ എല്ലാം ഉള്ളിലടക്കി ജീവിക്കുന്ന വ്യക്തികളാണ് ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ. എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ എന്ന് നോക്കുകയാണെങ്കിൽ അതൊരുപാടാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ വേറെ, മാനസികമായി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വേറെ, ഒരു ഭവനത്തിനകത്ത് തന്നെ 2 പാത്രങ്ങളായി കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ. അതായത് ഭാര്യഭർത്തൃ ജീവിതത്തിനിടയിൽ പോലും പരസ്പരം മനസ്സിലാക്കുകയോ കടഭാരങ്ങളെ തിരിച്ചറിയുകയോ അല്ലെങ്കിൽ നമുക്ക് ഇത്ര പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുകയോ ചെയ്യാതെയുള്ള ജീവിത പങ്കാളിയുടെ പെരുമാറ്റങ്ങൾ, ഇതൊക്കെ ഒത്തിരി വിഷമങ്ങളിലേക്ക് ആഴ്ത്തുന്നു, ഒത്തിരി പ്രയാസങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. അത്തരം പ്രശ്നങ്ങളും പ്രയാസങ്ങളും പോലും ഒരു വ്യക്തി പോലുമില്ല ഒന്ന് തുറന്നു പറഞ്ഞ് ആശ്വസിച്ച് കരയുവാനോ അല്ലെങ്കിൽ ഒന്ന് സമാധാനിപ്പിക്കാനോ ജീവിതത്തിൻ്റെ നല്ല നിമിഷങ്ങൾ ഒന്ന് ഓർത്തു വയ്ക്കാനോ ഒന്നുമില്ല. അത്രത്തോളം മനസ്സിനെയും ശരീരത്തെയും ഭാരപ്പെടുത്തുന്ന ഒരവസ്ഥ. ഏറ്റവും കൂടുതൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സ്വന്തം ഭവനത്തിൽ അന്യരായിത്തീരുന്ന ഒരവസ്ഥകളാണ്. അതായത് മാതാപിതാക്കൾക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും ജീവിത പങ്കാളിക്ക് വേണ്ടിയും രാവോളം അധ്വാനിച്ചിട്ടും ജീവിതത്തിൽ ഒന്നും സ്വന്തമാക്കുവാൻ കഴിയാതെ എപ്പോഴും ഭാരപ്പെടുന്നൊരവസ്ഥ. നീ ചെയ്യുന്നതെല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ ഇങ്ങനെയല്ല, ഒരു സന്തോഷ വാക്കുകൊണ്ടോ ഒരു അനുഗ്രഹം കൊണ്ടോ പോലും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത മാതാപിതാക്കളൊക്കെയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. കുറ്റം പറയുവാനും അതുപോലെ തന്നെ വഴക്കുകൾ സൃഷ്ടിക്കുവാനും നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ പെരുമാറാനും അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഇതിൽ നിന്നൊരു മാറ്റമുണ്ടാകും. ജീവിതത്തിൽ ഒത്തിരി ഉയർച്ചയുണ്ടാകും. ഇന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ നാളെ അത് സന്തോഷത്തിലേക്ക് ഈശ്വര സഹായത്താൽ ഒരുപാട് നന്മയിലേക്കും
നിങ്ങളുടെ ജീവിതം എത്തുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ഇനി പ്രയാസമൊന്നും വേണ്ട. ഈ ഒന്നാമത്തെ ചിത്രമായ തുളസിയില തിരഞ്ഞെടുത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കും. ജീവിതത്തിലെ ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം മാറി ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാകുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. രണ്ടാമത്തെ ചിത്രം നമുക്കെല്ലാവർക്കും അറിയാം, സ്വർണ്ണക്കുടമാണ്. സ്വർണ്ണക്കുടത്തിൻ്റെ ചിത്രം നൽകുന്ന വ്യക്തികൾ, സ്വർണ്ണക്കുടമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ബാധ്യതകൾ കടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. സന്തോഷം എന്ന് പറയുന്ന ഒരു കാര്യം ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് വളരെയധികം പാടുപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ. അതായത് സമാധാനമില്ല, സന്തോഷമില്ല, കടഭാരങ്ങൾക്ക് മധ്യേ ഇറുകിപ്പോയ ഒരു ജീവിത സാഹചര്യം നയിക്കുന്ന വ്യക്തികളാണ്. തീർച്ചയായിട്ടും എങ്ങനെയൊക്കെ ഇതിൽ നിന്ന് മാറ്റമുണ്ടാകുമെന്ന് ചിന്തിച്ച് ഒരുപാട് വിഷമിക്കുന്നവരാണ്. ഒരുപാട് പ്രതികൂലമായ സാഹചര്യങ്ങളെ തരണം ചെയ്ത് ഇന്നും ജീവിതത്തിൽ ക്ഷമയോടുകൂടി ജീവിക്കുന്നവരാണ്. എന്നെങ്കിലും എൻ്റെ പ്രയാസങ്ങളും എൻ്റെ പ്രതിസന്ധികളും ദുഃഖങ്ങൾക്കുമെല്ലാം ഒരവസാനം ഉണ്ടാകുമെന്ന് ചിന്തിച്ചിരിക്കുന്നവർ. എന്നാൽ തീർച്ചയായിട്ടും ഈശ്വര സഹായത്താൽ വരുന്ന 9 മാസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകുവാൻ പോകും. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളിൽ നിന്നൊക്കെ ഒരു മാറ്റം ലഭിക്കുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്ന ഒരു പ്രധാന കാര്യം. തടസ്സങ്ങളെ അതിജീവിച്ച്, ബുദ്ധിമുട്ടുകളെ അതിജീവിച്ച്, മാനസികമായ സംഘർഷങ്ങളെ അതിജീവിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ ഉയരങ്ങളിലേക്ക് എത്തും. മറ്റൊരു കാര്യം, സന്താനഭാഗ്യമില്ലാതെ വിഷമിക്കുന്ന ഒരവസ്ഥ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വേദനിക്കുന്ന അല്ലെങ്കിൽ ദുഃഖമാർന്ന ഒരു ജീവിതം നയിക്കുന്ന വ്യക്തികളാണ്. ഈ 2026 കടന്നു വരുന്നത് കൂടി സന്താനഭാഗ്യം എന്ന ഒരു മഹാദാനത്തിൻ്റെ സന്തോഷ വാർത്ത കേൾക്കുവാനായിട്ടിടയാകും. പ്രയാസങ്ങളെയൊക്കെ അതിജീവിച്ച്, പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് ജീവിതത്തിൽ നല്ലത് മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത്. ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.